ഞാൻ വരാം അച്ഛാ. പക്ഷെ ഇപ്പം ഇവിടുന്ന് വന്നാൽ ശരിയാവില്ല. എനിക്ക് ജോലി തിരിച്ചു കയറണം. അയാൾ ചെയ്ത തെറ്റ് അയാളെ കൊണ്ട് തന്നെ എനിക്ക് തിരുത്തിക്കണം. അത് മാത്രമല്ല, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന് എനിക്ക് തെളിയിക്കണം. പിന്നെ പിള്ളേർക്കും പരീക്ഷയൊക്കെ വരുമല്ലേ, അവരെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വന്നാൽ അത് ശരിയാവില്ല. മാത്രമല്ല, ഇപ്പം തിരക്ക് പിടിച്ച് സ്കൂളൊക്കെ മാറ്റി അങ്ങോട്ട് ചേർക്കാമെന്ന് വെച്ചാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനുള്ള തീരുമാനമാണല്ലേ? അതെ അച്ഛാ, ഞാനിവിടെ വേണം. എന്നാലേ എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുള്ളൂ. അച്ഛനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. അമ്മയോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സമയം പോലെ അമ്മയെ ഒന്ന് കണ്ടോളാം. ത്രിവേണി, ചേച്ചി വീട്ടിലേക്ക് വരില്ലെന്നാ പറയണേ. അമ്മ എങ്ങോട്ട് വന്നാ? പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആരുണ്ട്? അമ്മ എങ്ങോട്ടും പോണ്ട. അമ്മ ഇവിടെ ആരും ഒന്നും ചെയ്യാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ അവള് കേൾക്കൂല. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. ചേച്ചിയെ തിരിച്ച് ജോലിക്ക് കയറ്റിയിട്ടേ ഞാൻ വരുള്ളൂ. അതൊന്നും വേണ്ട, നീ അച്ഛനോട് പോവാൻ നോക്ക്. വേണ്ട, അവളോട് നിൽക്കട്ടെ. നിനക്കിവിടെ കൂട്ടിൻ്റെ ഒരാൾ വേണം. അവളെ അച്ഛൻ ഇപ്പോഴും പറയാ, ഒക്കെ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വരാം. ഒരു കുഴപ്പമില്ല അച്ഛാ, എന്നെ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങളൊക്കെ ഇല്ലേ, അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്നാ ഞാൻ ഇറങ്ങാം. ഇപ്പം ഇറങ്ങിയാൽ നേരം വൈകുന്നേരം വീട്ടിലെത്താം. അച്ഛാ, ഓട്ടോ ഇപ്പം വരും. വേണ്ട മോളെ, ജംഗ്ഷൻ വരെ നടന്നോളാം. പോട്ടിട്ടാ. മാളു, അബി അബി വാ. കുഞ്ഞമ്മ ഞാൻ വരാം. കുഞ്ഞമ്മ വാ, അവനോട് നിൽക്കട്ടെ. വാ. എന്താ അച്ഛാ? മോനെ അച്ഛനോട് ദേഷ്യമാണോ? ദേഷ്യ അച്ഛനായോണ്ട് ഞാനൊന്നും പറയാത്ത. എടാ മോനെ അബി, അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, വരാ. എടാ മോനെ അബി, അച്ഛനല്ല അമ്മ ഇരിക്കുന്ന സ്ഥലത്തോട്ടാ പൈസ വെച്ചത്. വിശ്വസിക്കുന്ന കള്ളം പറ അച്ഛ. അച്ഛൻ തന്നെയാണ് ചെയ്തതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് എനിക്കും അറിയാം. അച്ഛൻ കണ്ടല്ലേ അമ്മ കഷ്ടപ്പെട്ടതൊക്കെ. എന്നിട്ടും അച്ഛൻ ഇത് ചെയ്തല്ലോ. അച്ഛൻ അത്രയും നല്ലതൊന്നല്ല. അച്ഛന് വേറെ വല്ലതും പറയണ്ടോ?